بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 83 മുതലുള്ള ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നുള്ളതിന് അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ കലിമത്തുകളും ഓരോ സൂക്തങ്ങളും ഓരോ സൂറകളും തന്നെ തെളിവാണ് എന്നുള്ളതാണ്. ഖുർആനിനെ കുറിച്ച് വളരെ ഗൗരവതരമായ ആലോചനയാണ് മനുഷ്യർ നടത്തേണ്ടത് എന്നതിലേക്കുള്ള സൂചനയാണ് അള്ളാഹു അതിലൂടെ നൽകിയിട്ടുള്ളത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ പറ്റി നിങ്ങൾ അഗാധമായി ചിന്തിക്കുന്നില്ലേ എന്നാണ് തദബ്ബുർ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ ഗ്രന്ഥമെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളം ഇഖ്തിലാഫുകൾ, വൈരുദ്ധ്യങ്ങൾ അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സർവതല സ്പർശിയായ എല്ലാ സാരോപദേശങ്ങളെയും സമാഹരിച്ചുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥം. മാത്രമല്ല, ആരാണ് സ്രഷ്ടാവെന്നും സൃഷ്ടികൾ ആരാണെന്നും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ ജീവിത ദൗത്യം എന്താണെന്നും ക്ഷണികമായ ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ചും എന്നാൽ അനന്തമായ ഒരിക്കലും നശിക്കാത്ത മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വിസ്തൃതമായ വിശാലമായ സപ്തവാനങ്ങളുടെ അതിലുള്ള ഓരോ സൃഷ്ടിവൈഭവത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഇതിന് സമാനമായ തുല്യമായ ഒരു ഗ്രന്ഥം വേറെ ഇല്ലെന്ന് മാത്രമല്ല, ഖുർആനിൻ്റെ ഒരു വെല്ലുവിളി കൂടിയുണ്ട്.
നിങ്ങൾ മനുഷ്യവർഗവും ജിന്നുവർഗവും ഒരുമിച്ച് കൂടി തന്നെ ഇതിന് തുല്യമായ ഏതെങ്കിലും ഒരു സൂക്തമോ അല്ലെങ്കിൽ ഒരു സൂറയോ കൊണ്ടുവരുമെന്ന് നാളിതുവരെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് തന്നെ ചില വിശദീകരണങ്ങൾ നൽകുന്നതാണ് ഇനിയുള്ള ആയത്തുകളിലെ ആദ്യ ഭാഗം. وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ وَإِذَا جَاءَهُمْ അവർക്ക് വന്നെത്തിയാൽ വന്നു കിട്ടിയാൽ അംറും മിനൽ അംനി അവിൽ ഖൗഫ്. അംന് എന്ന് പറഞ്ഞാൽ നിർഭയമായ അവസ്ഥ, അംന് സമാധാനപരമായ അവസ്ഥക്കാണ് അംന് എന്ന് പറയുക. ഖൗഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ഭീതിജനകമായ പേടിപ്പെടുത്തുന്ന അവസ്ഥ. അപ്പോൾ ഒന്ന് ഖൗഫ് സാധാരണ യുദ്ധ സന്ദർഭങ്ങളിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിലായിരിക്കും എന്ത് അമ്നുണ്ടാവുക, നിർഭയത്വം ഉണ്ടാവുക. അപ്പോൾ സമാധാനമായോ അല്ലെങ്കിൽ യുദ്ധത്താൽ ഉണ്ടാകപ്പെടുന്ന ഭീതിയാലോ അതുമായി ബന്ധപ്പെട്ട വല്ല വാർത്തയും വല്ല കാര്യവും അവർക്ക് വന്നെത്തിയാൽ അവരെന്ത് ചെയ്യുന്നു? അദാഉ ബിഹി, അവർ അതിനെ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അദാ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചരിപ്പിച്ചു. അവർ അതിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവർ എന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദുർബല വിശ്വാസികളായ ആളുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. വിശ്വാസികൾ എന്ന പോലെ തന്നെ അവിശ്വാസികളുണ്ടാകും, കപടവിശ്വാസികളുണ്ടാകും. വിശ്വാസികളിൽ തന്നെ ദുർബലരായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ, ദുർബല വിശ്വാസികളായ ആളുകളുണ്ടാകും. അവർ ചിലപ്പോൾ വിശ്വാസി സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ യുദ്ധസന്ദർഭത്തിൽ അവർ എടുത്തിരുന്ന ചില നിലപാടുകളെക്കുറിച്ചുള്ള പരാമർശമാണിത് എന്നാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ല പറയുന്നു. ഇന്ന ഹാദിൽ ആയ നുസിലത് ഫി ത്വായിഫത്തില്ലത്തി കാനത്ത് തുബയ്യിത്തു ഗൈറ മാ യഖൂലു ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തഖൂലു ലഹു. നേരത്തെ പറഞ്ഞല്ലോ, രാത്രി സമയങ്ങളിൽ അവർ ഗൂഢാലോചന നടത്തും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ ആയിരിക്കും അവർ എന്ത് ചെയ്യുക? പരസ്പരം സംസാരിക്കുന്നതും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഈ ആയത്ത് പ്രതിപാദിക്കുന്നതെന്ന്. അപ്പോൾ നോക്കൂ, ഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി, ഭയത്തിൻ്റെയോ യുദ്ധത്തിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന ഭയം, അതേപോലെ തന്നെ നിർഭയമായ അവസ്ഥയിൽ നിന്നുമൊക്കെ വല്ല കാര്യവും അവർക്ക് വന്നു കിട്ടിയാൽ അതവരിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഇനി ഏത് കാര്യങ്ങളാകട്ടെ, യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ദീനിയായൊരു കാര്യമാകട്ടെ, ദുനിയാവിൻ്റെ വേറെ ഏത് കാര്യമാകട്ടെ, ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാട് എന്താണ് എന്നതിലേക്കാണ് ഖുർആൻ ഇവിടെ നമുക്ക് വെളിച്ചം പകരുന്നത്. വലൗ റുദ്ദൂഹു, അവരെങ്ങാനും അത് മടക്കിയിരുന്നുവെങ്കിൽ. റദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? മടക്കി. വലൗ റജഊഹു എന്നർത്ഥം. വലൗ റുദ്ദൂഹു, അവർ അതിനെ മടക്കിയിരുന്നുവെങ്കിൽ. എങ്ങോട്ട്? ഇലർ റസൂൽ, റസൂലിലേക്ക്, അപ്പോൾ തിരുദൂതനിലേക്ക് അവർ മടക്കിയിരുന്നെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ആരോട് ചോദിച്ചാൽ മതി. ദീനിൻ്റെ ഏത് കാര്യത്തിലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവർക്ക് മടക്കിയാൽ മതി. അല്ലെങ്കിലോ വഇലൽ ഉലിൽ അംരി മിൻഹും, അവരിൽ നിന്ന് ഈ കൈകാര്യകർത്താക്കളായ ആളുകളിലേക്ക് മടക്കിയിരുന്നുവെങ്കിലെന്ന്. ഈ താഴത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, പിന്നെ ആരാണ്? വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നും കൈകാര്യകർത്താക്കളായിട്ടുള്ള ഓരോ കാര്യത്തിനും അതിൻ്റേതായ അധികാരസ്ഥന്മാരായ ആളുകളുണ്ടാകും. അങ്ങനെ ഈ അധികാരസ്ഥന്മാരായ ആളുകളിലേക്ക് അവർ മടക്കിയിരുന്നുവെങ്കിൽ എന്നാണ്.
ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഈ കാര്യത്തിൻ്റെയൊക്കെ നിജസ്ഥിതി, ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് അറിയുക? ലഅലിമഹു, ആ കാര്യത്തെ അറിയുമായിരുന്നു. അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിവുള്ള ആളുകൾ. ഇസ്തംബത്ത ഇസ്തംബിത്തു, ഇസ്തിംബാത്ത് ചെയ്യാന്ന് സാധാരണ കേട്ടിട്ടില്ല നിങ്ങൾ? ഒരു ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് അത് രണ്ടിനെയും പറ്റി പഠിച്ചുകൊണ്ട് വസ്തുത എന്താണെന്ന് കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അതിന് കഴിവുള്ള ആൾക്കാരുണ്ടാവും. അതിന് കഴിവുള്ള ആൾക്കാരാരാണ്? ഖുർആനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ, അതേപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായ ഹദീസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. അപ്പോൾ അവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മടക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് അത് അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയല്ല വേണം. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആർക്ക് മടക്കിയാൽ മതി? റസൂലിലേക്ക് മടക്കിയാൽ മതി. അല്ലെങ്കിൽ ഉലുൽ അംർ, ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് വൈലാൽ ഉലിൽ അംരി മിൻഹും എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിതൂന മിൻഹും, അവരിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അതിനെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർക്കറിയും. അപ്പോൾ ഈ ആയത്തിലൂടെ മറ്റൊരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അറിവില്ലായ്മയുണ്ട് എങ്കിൽ നമ്മുടെ അറിവിന് പരിമിതി ഉണ്ടാകും അല്ലേ? അതേപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് സംശയമുണ്ട് എങ്കിൽ, അത് ദീനിൻ്റെ കാര്യമാണെങ്കിലും ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും, ദുനിയാവിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഏതായാലും എന്ത് ചെയ്യും? ഉറപ്പ് വരുത്തും. ദീനിൻ്റെ കാര്യമാണെങ്കിൽ സാധാരണ അതിപ്പോൾ അങ്ങനെയൊക്കെ മതി എന്ന നിലയ്ക്ക് അതിനോട് ഒരു മൃദുല സമീപനം സ്വീകരിക്കുകയും ചെയ്യും. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടം പറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് ഒരാളോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ വേറെ ആളോടും കൂടി ചോദിക്കും. എന്നിട്ടും പിന്നെ മതി വരാത്തതുകൊണ്ട് വേറെ ആളോടും കൂടി ചോദിക്കും. ദുനിയാവിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ല മനുഷ്യന്മാർ ചെയ്യുക. ഏത് സംഗതിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദീനിൻ്റെ കാര്യമാണെങ്കിലോ അതിപ്പോൾ അങ്ങനെ ചോദിക്കണമെന്നൊന്നുമില്ല. അതങ്ങനെ തന്നെയാകാനാണ് സാധ്യത എന്ന് പറയും. അവനവൻ്റെ നിരീക്ഷണം തന്നെയായിരിക്കും അതിനുണ്ടാകുക. വേറെ ആരെങ്കിലും എന്നാലും അറിയത്ത കാര്യമല്ലേ ഇത്, അറിയുന്ന ഒരാളോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ചോദിക്കണമെന്നാണ് പറയുന്നത്. ആ ഒന്നും രണ്ടും ഒക്കെ ആളുകളോട് അതും ചോദിക്കണം, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ. അതാണ്, അങ്ങനെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഗുണകരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ ആയത്ത് അവതീർണമായത് എങ്കിലും മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിന് ഇസ്ലാഹ്, നന്മ വരുത്തുന്ന ഗുണകരമായ എല്ലാ കാര്യങ്ങളിലും വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറഞ്ഞു തരുന്നതെന്നാണ് പറയുന്നത്. എന്ത് വേണം? വലൗ റുദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഇസ്തംബത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിംബാത്ത് ചെയ്യുക, നിർദ്ധാരണം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. അത് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായി അറിയുന്ന, നിരീക്ഷിച്ച് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളുണ്ടാകും. ദീനിൻ്റെ വിഷയങ്ങളിലും ഇതേപോലെ നിരീക്ഷിച്ച് ഗവേഷണങ്ങളൊക്കെ ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളുണ്ടാകും. ഇതിന് അല്ലാഹു പറയുന്നു, നോക്കൂ, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്വാന ഇല്ലാ ഖലീലാ. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. അള്ളാഹുവിൻ്റെ ഫളൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഫളൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഫളൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. വറഹ്മതുഹു, അവൻ്റെ കാരുണ്യം. അള്ളാഹുവിൻ്റെ ഫളലും കാരുണ്യവും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ലത്തബഅതും, നിങ്ങൾ പിന്തുടരുമായിരുന്നു. ആരെ?
ആരെ പിന്തുടരുമായിരുന്നു? ശൈത്താൻ പിന്തുടരുമായിരുന്നു. മനുഷ്യന്മാരെപ്പോൾ വഴി തെറ്റിപ്പോകാൻ ഒരു ചെറിയ സംഗതി മതി കേട്ടോ. അപ്പോൾ പിശാച് നിങ്ങളെ ഒരിക്കലും നേരായ വഴിയിൽ നയിക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ചോ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ വഴി തെറ്റിക്കണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്? പിശാച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് എന്ത് നമ്മൾ അതും കൂടി മനസ്സിലാക്കണം. നമുക്ക് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ. എന്തിനത് ആവർത്തിച്ച് പറയുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയെ ഞങ്ങളെ നീ വഴി നടത്തേണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ആ വഴിയിൽ നിന്ന് തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതോ അത് അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തുമാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിലോ അള്ളാഹിൻ്റെ ഫദ്ലും റഹ്മത്തും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ലത്തബഅ്തും, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യുമായിരുന്നു. ഇത്തബഅ എന്താണ്? പിന്തുടർ. ഇത്തബഅ യത്തബിഉ അശ്ശൈത്താൻ, ശൈത്താൻ ഇല്ലാ ഖലീല, നിങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ ഒഴികെ. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഒഴികെ എല്ലാവരും ആരെ പിന്നാലെ പോകും? പിശാചിന്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്നാണ്. ഏത് കാര്യത്തിലും പിശാച് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ സൂറ നൂറിലെ 21-ാമത്തെ ആയത്ത് അതിലിങ്ങനെ പറയുന്നുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, അവൻ്റെ കാരുണ്യം നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരുത്തനും തന്നെ ഒരിക്കലും ആത്മസംസ്കരണം സിദ്ധിച്ചവനാകുമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് ഈ തസ്കീത്തൊക്കെ കിട്ടുന്നതിലും എന്തുകൂടിയുണ്ട്? നമ്മുടെ ശ്രമമുണ്ട് എന്നതുപോലെ തന്നെ എന്തുണ്ട്? അള്ളാഹിൻ്റെ ഫദ്ലും അള്ളാഹിൻ്റെ റഹ്മത്തും ഉണ്ട്. അപ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയുക എന്നുള്ളത് അള്ളാഹ് നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിലുള്ള ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദീനില്ലാത്തൊരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേരത്ത് ദീൻ എന്ന വസ്ത്രത്തെ അഴിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ നേരെ ഒരു വിശ്വാസിക്കുണ്ടോ? ഇതിപ്പോൾ തൽക്കാലം ഇത് ഞാൻ അഴിച്ചു വെക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദീൻ എന്ന ഈ വസ്ത്രം എപ്പോഴും ധരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വസ്ത്രം പോയി നമുക്ക് വിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും, നമ്മളിട്ട നമ്മുടെ ഈ ഭൗതിക വസ്ത്രം. എന്നാൽ ദീൻ എന്ന വസ്ത്രം വിശ്രമിക്കാന്ന് കഴിഞ്ഞാൽ വിശ്രമിക്കുന്ന നേരത്തെ എന്ത് വേണ്ട? ദീന് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഏത് സമയത്തും മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാണെന്ത്? ദീൻ എന്നുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ദീനിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹു അവന് നൽകും. അതൊരു ഖൈറായിട്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് നമുക്ക് ദുനിയാവിലും ഖൈറായി മാറും, പരലോകത്തും ഖൈറായി മാറും. എന്ത് ദീനിനെ കുറിച്ച് ഉള്ള അറിവ്. അതുകൊണ്ട് തന്നെയാണ് ദീന് തേടിയുള്ള നിങ്ങളുടെ സഞ്ചാരവും യാത്രയും ഒക്കെ സ്വർഗത്തിലുള്ളേക്കുള്ള നിങ്ങളുടെ യാത്രയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അറിവന്വേഷിച്ച ഒരാൾ പോകുന്നതിലൂടെ എന്നാണ്. അപ്പോൾ അതാണ് പിശാചിനെ പിൻപറ്റാതിരിക്കാൻ
അള്ളാഹുവിൻ്റെ ഫളലും റഹമത്തും അത് നമ്മൾക്ക് അവൻ ചൊരിഞ്ഞു തരുന്നു എന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ ഡ്യൂട്ടി കൂടി ആ വിഷയത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. ഇനി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം, ഇപ്പോൾ യുദ്ധം അവർക്ക് അനുവദനീയമാക്കി കഴിഞ്ഞു അല്ലേ? എപ്പോഴാണ് യുദ്ധം അനുവദനീയമാക്കിയത്? അവരെ ശത്രുക്കൾ കൊന്നൊടുക്കുവാനും ആക്രമിക്കുവാനും ഒക്കെ വന്ന സന്ദർഭത്തിൽ ഇനി നിങ്ങൾ പ്രതിരോധിച്ചു കൊള്ളുക എന്ന ആ കൽപ്പന വന്നു. ആ സന്ദർഭത്തിൽ ഇനി യുദ്ധം അനുവദനീയമായ സന്ദർഭത്തിൽ നിങ്ങൾ എടുക്കേണ്ട നിലപാടെന്താ? അതാണ് ഖുർആൻ പറയുന്നത്. ഫഖാതിൽ ഫീ സബീലില്ലാഹ്. അതുകൊണ്ട് പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ. ഫഖാതിൽ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയമാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശത്രുക്കളുടെ നേരെ നിങ്ങൾ അവർ ആയുധമെടുക്കുന്നത് പോലെ തന്നെ നിങ്ങളും ആയുധമെടുത്തുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്ന്. എന്നാൽ അന്നും ദുർബല വിശ്വാസികളായ ആളുകൾ പറഞ്ഞിരുന്നു, എന്തിനാണിപ്പോൾ ഈ സമയത്ത് യുദ്ധം ചെയ്യേണ്ടത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ നിർദ്ദേശവും കൽപ്പനയും വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് അനുസരിക്കുകയാണ് വേണ്ടത്. ഫഖാതിൽ ഫീ സബീലില്ലാഹ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടല്ലാതെ ഒരിക്കലും ശാസിക്കപ്പെടുന്നില്ല. ഓരോരുത്തർക്കുമുള്ള ശാസന ആർക്ക് തന്നെയാണ്? ഓരോ വ്യക്തികൾക്കും തന്നെയാണ്. ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യം ഓരോരുത്തരും തന്നെ ചെയ്യണം. ആ ബാധ്യത വേറെ ആൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു യുദ്ധത്തിന് പറയുന്നു. അപ്പോൾ അതിലുള്ള ബാധ്യത ആർക്കാണ്? റസൂലിനാണ്. എന്നിട്ട് അള്ളാഹ് റസൂലിനോട് പറയാണ്, നിങ്ങൾ മാത്രം യുദ്ധം ചെയ്താൽ മതിയോ? പോരാ. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക കൂടി വേണം. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. നോക്കൂ, വഹദ്ദിലിൽ മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുവിൻ എന്നാണ്. ഹദ്ദിലിൽ മുഅ്മിനീൻ, വിശ്വാസികൾ. എന്നാൽ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ തന്നെ നിറവേറ്റണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? പ്രവാചകൻ ഒഴിഞ്ഞു നിന്നോ മാറി നിന്നോ തൻ്റെ അനുയായികളെ ഒരിക്കലും യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ടില്ല. ചില ശരീകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൈന്യങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി, അവർ പോയി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുള്ള കാര്യത്തിൽ അവരെ പറഞ്ഞയക്കും എന്നല്ലാതെ മൊത്തത്തിലുള്ള വലിയ ഏറ്റുമുട്ടലുകളിലും യുദ്ധങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു അവരുടെ സർവ്വസൈന്യാധിപൻ. കേട്ടോ, പ്രവാചകൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ശത്രുക്കളെയൊക്കെ തന്നെ എതിർത്തിട്ടുള്ളതും അതുപോലെ തന്നെ യുദ്ധം ചെയ്തിട്ടുള്ളതും ഒക്കെ എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് കൊണ്ട് പറയുന്നു, അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ. അസല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ആയേക്കാം. അൻ യകുഫ, അവൻ തടഞ്ഞു നിർത്തുന്നവനായേക്കാം. എന്തിനെ? ബഅസല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകളുടെ അതിക്രമങ്ങളെ, നിഷേധികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. അപ്പോൾ അവർക്ക് ആ യുദ്ധത്തിൽ വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹു. അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ, സത്യനിഷേധികളുടെ ബഅസിനെ, ബഅസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്രമണം ആണ്, അവരുടെ ആക്രമണത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു നിർത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ലാ തുകല്ലഫു ഇല്ലാ നഫ്സക് വഹദ്ദിലിൽ മുഅ്മിനീൻ. വിശ്വാസികളെ, താങ്കളുടെ അനുചരന്മാരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം.
അസല്ലാഹു അൻ യകുഫ ബഅസല്ലദീന കഫറൂ വല്ലാഹു അശദ്ദു ബഅസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഅസുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ആക്രമണ ശക്തി ഉള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെയൊക്കെ പരാജയപ്പെടുത്തണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അവനത് ചെയ്യുക തന്നെ ചെയ്യും. വല്ലാഹു അശദ്ദു ബഅസൻ വ അശദ്ദു തൻകീലാ. അതേപോലെ തന്നെ അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള അവർക്ക് പ്രേരണ നൽകുന്നതും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതുമായ ആയത്താകുന്നു ഈ 84-ാമത്തെ ഈ ആയത്ത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പന, വിശ്വാസികളെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള കൽപ്പന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നൽകിക്കൊണ്ടുള്ള സമാശ്വാസത്തിൻ്റെ വചനം. അല്ലാഹു ആരാണ് എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. വല്ലാഹു അശദ്ദു ബഅസൻ വ അശദ്ദു തൻകീല. അശദ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കഠിനമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും തീവ്രമായ എന്നൊക്കെയുള്ള അർത്ഥം. ഇനി വിശദീകരണം വരുന്നത് ശുപാർശയെക്കുറിച്ചാണ്. മനുഷ്യർ അന്യോന്യം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മൊത്തത്തിലെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ആയത്തൊന്ന് നോക്കൂ, 85. മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൻ ലഹു നസീബും മിൻഹാ വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൻ ലഹു കിഫ്ലുൻ മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖീതാ. മൻ യശ്ഫഅ, വല്ലവനും ശുപാർശ ചെയ്യുകയാണെങ്കിൽ. ഷഫഅ എന്ന് പറയുന്നത് ശുപാർശ ചെയ്തു. ഷഫഅ യശ്ഫഅ. മൻ യശ്ഫഅ, എങ്ങനെയുള്ള ശുപാർശ? ശഫാഅത്തൻ ഹസന, നല്ല ശുപാർശ. നല്ല ശുപാർശ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ശുപാർശക്കും കൂടി എന്ത് വേണം? മനുഷ്യൻ പ്രതിഫലം വാങ്ങും അല്ലേ? നിങ്ങളെൻ്റെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിനു വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ റെക്കമെൻഡൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അയാളെന്താ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്? അതിനെന്തെങ്കിലുമൊക്കെ സാധാരണ കൊടുക്കുന്ന പോലുള്ളതൊക്കെ കൊടുക്കണം, കണ്ടറിയണം. അതാണ് ഇവിടെ നോക്കൂ. മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസന യകുൻ ലഹു നസീബും മിൻഹാ. ഇങ്ങനെ ശുപാർശ ചെയ്യുന്ന വ്യക്തിക്ക് അതിൽ നിന്നൊരു നസീബുണ്ടാകും. നസീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണകരമായ ഒരു വിഹിതം. നമ്മൾ സാധാരണ നസീബ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഗുണകരമായി കിട്ടുന്ന വിഹിതമാണെന്ത്? നസീബ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നസീബ് എന്ന് പറഞ്ഞാൽ ഹല്ല്, അത് കിഫിൽ അടുത്ത ആയത്തിലും വരുന്നുണ്ട്. കിഫിൽ, നസീബ്, ഹല്ല് എന്നൊക്കെ ഒരേ ആശയത്തിലാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണകരമായ ശഫാഅത്തിന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഒരാൾക്കൊരിക്കലും അവൻ്റെ കാര്യം അവന് മാത്രം ചെയ്തു തീർക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഉണ്ടോ? എത്ര വലിയ ആളാണെങ്കിലും അയാൾക്കും ചില സംഗതികൾ പൂർത്തീകരിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും ശുപാർശ വേണ്ടി വരും. ചിലപ്പോൾ അയാളുടേക്കാൾ ഗ്രേഡ് കുറഞ്ഞ ആൾക്കാരുടെ ശുപാർശ വലിയ ആൾക്ക് വേണ്ടി വരും. അങ്ങനല്ലേ? അങ്ങനെയുണ്ട്. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘടന. അങ്ങനെയാണ്. ചില ചെറിയ ആളുകൾക്ക്, ഗ്രേഡ് കുറഞ്ഞ ആളുകൾക്ക് വലിയ വലിയ ആൾക്കാരുടെ ശുപാർശ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശുപാർശ ചെയ്തു കൊടുക്കണം. കാരണം അതിൻ്റെ പ്രതിഫലം, ഗുണം, അതിൻ്റെ സവാബ് എവിടെ കിട്ടുക? എവിടെ നിങ്ങളത് ആഗ്രഹിക്കേണ്ടത്? പരലോകത്താണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോഴേ ആ ശഫാഅത്ത് എന്താകുള്ളൂ? ഹസനത്താകുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മയ്ക്ക് ഇവിടെ നിന്ന് തന്നെ കൂലി ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചാൽ, ഒരു നന്ദി വാക്ക് എന്നെങ്കിലും പറയണമല്ലോ അവൻ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പോയി. എന്ത് പോയി? പക്ഷെ നന്ദി പറയാന്നുള്ളതൊക്കെ ഒരു മര്യാദയാണ് കേട്ടോ. അതുകൊണ്ടാണ് മൈ യഷ്കുരിന്നാസ
ലം യഷ്കുരില്ല എന്ന് പറഞ്ഞില്ല. ജനങ്ങളോട് നന്ദി ഇല്ലാത്ത ഒരാൾക്ക് ആരോടും നന്ദി ഉണ്ടാവില്ല, അള്ളാഹുവിനോടും നന്ദി ഉണ്ടാകൂല. അപ്പം എന്ത് നോക്കൂ, മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനത്തൻ യകുൽ ലഹു നസീബും മിൻഹാ. അപ്പോൾ നിങ്ങൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ എങ്ങനെ നിങ്ങൾ ഇതൊന്ന് പറയണം, നിങ്ങളൊരു ശുപാർശ ചെയ്യണം, നിങ്ങളൊരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. കിട്ടിയ ചാൻസാണെന്ന് കരുതാൻ വേണ്ടി, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അതിൻ്റെ നസീബ് ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നമുക്കൊരു വിളിൻ്റെ ആ പ്രശ്നത്തിൽ വലിയ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഒരു ഫോൺ വിളിയിലൂടെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നതിലൂടെ ആയിരിക്കും, ഒരാളെ പറഞ്ഞയക്കുന്നതിലൂടെ ആയിരിക്കും. ഈ കിട്ടിയ ഉപകാരം കിട്ടിയ വ്യക്തിക്കോ അയാൾ ചിലപ്പോൾ ജീവിതം തന്നെ തിരിച്ചു കിട്ടിയ പോലെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഈ ചാൻസ് ഒന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഖുർആനാണ് ഈ പറയുന്നത്, മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസനത്തൻ യകുൽ ലഹു നസീബും മിൻഹാ. എന്നാൽ ഹസനത്തല്ലാത്ത ഷഫാഅത്ത് ഇവിടെ വരും അല്ലേ? ഒരാൾക്ക് ഗുണകരമല്ലാത്ത ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന, ഒരു കുടുംബത്തിന് ദോഷം ചെയ്യുന്ന, ഒരു സമൂഹത്തിന് തന്നെ എന്ത് ചെയ്യുന്ന, ദോഷം ചെയ്യുന്ന ഇതേപോലെയുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളൊക്കെ വരും. ചിലപ്പോൾ ഒരാളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ മോഹൻജദാരോ ഹാരപ്പ അതെവിടെയുള്ളത്? എവിടെയായിരുന്നു അല്ലേ? സിന്ധു നദീതട സംസ്കാരം. മറ്റേ അണുബോംബിട്ട സ്ഥലം എന്താണ്? ഹിരോഷിമ, നാഗസാക്കി. അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കും. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വേൾഡിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? എവിടെയൊക്കെ ഉണ്ട്? റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലല്ല, അവിടെ ഫലസ്തീനിൽ ഗസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ നോക്കും ഭീതിയാണ്, ജനങ്ങൾക്ക് സമാധാനമില്ല. ഇതിൻ്റെയൊക്കെ തുടക്കം എന്തായിരിക്കും? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വർത്താനം, മെസ്സേജും നമ്മൾ തുടങ്ങുക. വേറൊരാളുടെ നിർദ്ദേശം ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ശുപാർശ ഉണ്ടാവും കേട്ടോ. മറ്റേ ഭരണാധികാരി ചമയുന്ന ആളാണല്ലോ ആര്? അമേരിക്കയിലെ ട്രംപ്. മൂപ്പരിപ്പോൾ ഓരോ സംഗതി കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ അല്ലേ? മൂപ്പരോരോ പലതരത്തിലുള്ള യുദ്ധമാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന യുദ്ധവും അതേപോലെ തന്നെ അല്ലാതെയൊക്കെയുള്ള യുദ്ധങ്ങളാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? ശഫാഅത്ത് ഉണ്ടാകും. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ശുപാർശകളായിരിക്കും. അപ്പോൾ ചെറിയതും വലിയതുമായ കാര്യങ്ങൾ, അത് ഗുണകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ എന്തുണ്ടാകും? ശുപാർശ ഉണ്ടാകും. വലിയ വലിയ ഭരണാധികാരികൾ ഒരു സ്വന്തം കാര്യമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അവർക്കൊരു ബോഡി ഉണ്ടാകും അല്ലേ? കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനിക്കുക. അവർക്ക് ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാകും. അതിനനുസരിച്ചാണ് ഉപദേശകന്മാരായ ആളുകളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഹസരത്താകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിലോ മോശമായ ഒരു ശുപാർശയാണ് ആരെങ്കിലും ചെയ്യുന്നത് എങ്കിൽ, ചീത്ത ശുപാർശയാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ യകുൻ ലഹു കിഫ്ലും മിൻഹ, അതിൽ നിന്നൊരു ഓഹരി അയാൾക്ക് ഉണ്ടാകും. അപ്പോൾ ചിലതൊക്കെ അതാ ഞാൻ ഇത് പറഞ്ഞത്, ഇത് ഹിരോഷിമ നാഗസാക്കി, അവിടെ അണുബോംബ് വർഷിക്കണം എന്ന് നിർദ്ദേശിച്ചൊരു വ്യക്തി ഉണ്ടാകും, അതിന് കൽപ്പന കൊടുത്തൊരു വ്യക്തി ഉണ്ടാകും അല്ലേ? അത് ചിലപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ കൽപ്പന അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഈ ആളത് ചെയ്തിട്ടുണ്ടാവുക. ഒരു ബട്ടൺ അമർത്തണ പണി ഉണ്ടാകുള്ളൂ അതിന്. ആ ബട്ടൺ അമർത്തണോ അമർത്തണ്ടേ എന്ന് തീരുമാനിച്ച അയാൾ നോക്കൂ നിങ്ങൾ, അയാൾക്കും ദോഷമുണ്ട്, ഇതിൻ്റെ കിഫില് കിട്ടും. അതേപോലെ തന്നെ ഇത് നിർദ്ദേശിച്ച ആൾക്കും അതിൻ്റെ കിഫില് കിട്ടും. ആ നിർദ്ദേശിച്ച ആളോട് ശുപാർശ ചെയ്ത ആൾക്കും എന്തുണ്ടാകും? അതിൻ്റെ കിഫിലുണ്ട്. എന്ത് കിഫില്? എത്രയാണ് അതിൻ്റെ ഓഹരിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും അവിടുത്തെ ദുരന്തം തീർന്നിട്ടുണ്ടോ? കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ അണുബോംബ് വർഷിച്ചിട്ട്?
അതിൻ്റെ ദുരന്തങ്ങൾ, അതിൻ്റെ തിക്താനുഭവങ്ങൾ ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലുണ്ട്. അണു വ്യാപനത്തിൻ്റെ ദുരന്തങ്ങൾ അത്രയാണ്. ആ ഭൂമിയിലുണ്ട്, ആ മണ്ണിലുണ്ട്, ആ അന്തരീക്ഷത്തിലുണ്ട്, അവിടെ ജീവിക്കുന്ന മനുഷ്യരിലുണ്ട്. മനുഷ്യരിലെന്നല്ല, അത് കഴിഞ്ഞിട്ട് അവിടെ ജനിച്ച് വളരുന്ന മനുഷ്യരുടെ തലമുറകളിലുണ്ട്. എത്ര വലിയ ദുരന്ത! അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സൂറത്ത് തീനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ പഠിച്ചോൻ ഏറ്റവും നല്ല തഖ്വീമിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഏറ്റവും നല്ല തഖ്വീം എന്ന് പറഞ്ഞാൽ ബാഹ്യമായും ആന്തരികമായുമുള്ള മനുഷ്യൻ്റെ, ശാരീരികമായും ആത്മീയമായുമുള്ള മനുഷ്യൻ്റെ ഘടനയെ പറയുന്നത്. മനുഷ്യനോളം അള്ളാഹു ആദരിച്ച വേറൊരു മനുഷ്യനിൽ വ്യക്തിയില്ല, ഒരു സൃഷ്ടിയില്ല പഠിച്ചവൻ്റെ സൃഷ്ടികളിൽ. പിന്നെ പറയുന്നത് എന്താ? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ. അങ്ങനെ ഏറ്റവും ഉത്കൃഷ്ടനായി, ഉന്നതനായി, ഉത്തമനായി, ഉദാത്തനായി വിരാജിക്കേണ്ട മനുഷ്യനെ ഏറ്റവും താഴേക്ക് അധമനാക്കി അധപ്പതിപ്പിക്കുന്ന ഒരു സാഹചര്യവും ആരിലുണ്ടാകുന്നു? മനുഷ്യൻ്റെ. അതാണ് നമ്മൾ അവിടെ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അതാ കാണുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങളിൽ അതാ കാണുന്നത്. പഹൽഗാമിൽ അതാ നമ്മൾ കണ്ടത് അല്ലേ? കാശ്മീരിലെ എത്ര സമാധാനം, എന്തൊക്കെയാണ് സംഗതി, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളത് അല്ലാഹു അഅലം. ഓരോന്ന് വെളിവാകുന്ന പോലെ ഇതും വെളിവായിക്കൊണ്ടിരിക്കും. എല്ലാം ഇപ്പം നടക്കുന്ന കാര്യമൊന്നും എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെന്ന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണെല്ലാം കാണുന്നത്. അപ്പോൾ നോക്കൂ, അതിനൊക്കെയുള്ള കുറ്റം കിഫിൽ, അതാണ് നസീബ്. അത് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. ദുനിയാവിലും ലഭിക്കും, പരലോകത്തും ലഭിക്കും. ദുനിയാവിലും പഠിച്ചവൻ കൊടുക്കും, പരലോകത്തും കൊടുക്കും. ചില തിന്മകൾ, കുറ്റകൃത്യങ്ങൾ, അധർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ എല്ലാ പ്രതിഫലവും പരലോകത്തുനിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് പഠിച്ചവൻ എന്ത് ചെയ്യൂല? മാറ്റിവെക്കൂല. കുറേയൊക്കെ എവിടുന്നും കൊടുക്കും? ദുനിയാവെന്ന് കുറേയൊക്കെ കൊടുപ്പിച്ചിട്ട് അത് ആസ്വദിപ്പിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? പഠിച്ചവൻ പരലോകത്ത് കൊണ്ടുപോയി അവിടുന്ന് ബാക്കിയുള്ളതും കൊടുക്കും. അതാണ് കിഫില് നസീബ് എന്ന ഈ പദങ്ങളുടെ ആശയം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഓതി നോക്കൂ. മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖീതാ. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലേ. പക്ഷെ യുദ്ധം ഒരിക്കലും ആരും ഇഷ്ടപ്പെടുന്നില്ല. ഉണ്ടോ? ഇല്ല. ഏറ്റുമുട്ടലും സംഘട്ടനങ്ങളും ചോരച്ചാലുകൾ ഒഴുകിപ്പോകുന്നതും ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല, പഠിച്ചവനും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ അല്ലേ, യുദ്ധം അനുവദനീയമാക്കിയത് അത്യാവശ്യമായ അത്യാസന്നമായ നിലയിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? ഇനിതാ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, മർദ്ദിതരാണ് എന്നതിൻ്റെ പേരിൽ ഇതാ നിങ്ങൾക്ക് യുദ്ധം അനുവദനീയമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അല്ലാഹ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്താണ്? സമാധാനം തന്നെയാണ്. അതുകൊണ്ടാണ് സമാധാനം നൽകുന്നവൻ എന്നൊരു പേര് തന്നെ 99 പേരിൽ ആർക്കുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് അല്ലേ? എന്താണ് ആ പേര്? അസ്സലാം, അബ്ദുസ്സലാം അല്ലേ? സമാധാനം. അപ്പോൾ അബ്ദുസ്സലാമുമാരെങ്ങനെയാണ്? അബ്ദുള്ളമാരായ ആൾക്കാരൊക്കെ ആരാണ്? അബ്ദുസ്സലാമാണ്. ഇസ്ലാം സലാം അസ്സലാമിന് ജീവിതം സമർപ്പിക്കലാണെന്ത്? ഇസ്ലാം. നമ്മൾ ദിക്റിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, സമാധാനം നൽകുന്നത്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം.
അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത, നീ അനുഗ്രഹീത പൂർണ്ണനാകുന്നു. യാ ദൽ ജലാലി വൽ ഇക്റാം, ഔദാര്യമുള്ളവനെ, മഹത്വമുള്ളവനെ, നീ അനുഗ്രഹീത പൂർണ്ണനായിരിക്കും. നമ്മൾ ദിക്ർ ചെല്ലുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ സലാമിനെ പഠിച്ചോ നമുക്ക് കൊടുത്തയച്ചേക്കാണ്. എവിടുന്ന് വന്നതാണെന്നത്? സ്വർഗത്തു നിന്ന് വന്നതാണ്. ആരെടുത്താ കൊടുത്തയച്ചത്? സ്വർഗത്തു നിന്ന് വന്ന ആളാരാ ഭൂമിക്ക്? ആദം നബി ഹവ്വ ബീവി അവിടുന്ന് വന്നതല്ലേ? ഒരു സ്വർഗത്തിലല്ലായിരുന്നോ? അവിടുന്ന് വന്നാണ്. അപ്പോൾ അള്ളാഹ് സ്വർഗത്തിലുള്ള ആളുകൾക്ക് കൊടുത്തയച്ച ഒരു ഉപഹാരമാണെന്ത്? സലാം. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ വായിക്കാൻ നമുക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖല ഖലഖല്ലാഹു ആദമ, ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. വതൂലുഹു 60 ദിറാഅ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ നീളം അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആരും കുഞ്ഞും പ്രയാസം ഉണ്ടാകേണ്ടതില്ല. എത്രയാണ്? 60 ദിറാഅ. 60 എത്രയാണ്? 6 6 60 60. ദിറാഅ എത്രയാണ്? മുഴം. 60 അടിയല്ല, 60 ഇതാണ്. ഇത് ഒരു ചാണ്, ഷിബിർ എന്ന് അതിനറിഞ്ഞ് പറയാം. ഇതോ ഇവിടുന്ന് തൊട്ട് ഈ വിരലിൻ്റെ നീളമുള്ള വിരലിൻ്റെ അറ്റം വരെ, നടുവിരലിൻ്റെ അറ്റം വരെ, അതാണ് ദിറാഅ്. ഇങ്ങനത്തെ 60 എണ്ണം കൂടിയ ആളാണ് ആര്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. വളരെ നീളം കുറവാ അല്ലേ? നമുക്ക് 6 അടിയേ ഉള്ളൂ. ഇതൊരടിയിൽ കൂടുതലല്ലേ? 30 ഇതൊരടിയിൽ കൂടുതലുണ്ട്. 60 ദിറാഅുണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? 75 അടി ഉണ്ടാവും. അത്ര നീളമുണ്ട്. ആദം അലൈഹി സ്വലാം എങ്ങാനും ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നെഞ്ഞിൻ്റെ ഭാവമൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുന്ന കാണാം. അത്ര നീളം. പിന്നെ നീളം കുറഞ്ഞിങ്ങനെ വന്നു കേട്ടോ. പിന്നെ മനുഷ്യന്മാർ 60 മുഴത്തിൽ നിന്ന് കുറഞ്ഞപ്പോൾ എത്രയായി? 6 അടിയായി. മാക്സിമം 6 അടിയാണ്. അതിൽ കുറവാണ്. 6 അടിയായിട്ടാണ് ഇപ്പോൾ നമ്മളെ നീളം വന്നത്. ഏതായാലും അത് കൂടാ. അതിനുശേഷം സുമ്മഖാല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ്, നീ പോയിക്കോ, ഫസല്ലിം അലാ ഉലൈക മിനൽ മലായിക, എന്നിട്ട് ഇതാ അവിടെ കാണുന്ന മലക്കുകളോടൊക്കെ നീ സലാം പറയുന്നു. ആരോട്? ആദം അലൈഹിസ്സലാമിനോട്. ഫസ്തമി മാ യുഹയ്യൂനക, അവർ നിനക്ക് മറുപടി പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണമെന്ന്. എന്നിട്ടോ തഹിയ്യത്തുക വ തഹിയ്യത്തു ദുർരിയ്യത്തുക, ഇത് നിന്റെ അഭിവാദ്യ വാക്യമാണ്, നിന്റെ സന്താന പരമ്പരകളുടെയും അഭിവാദ്യ വാക്യമാണ്. ഫഖാല, അപ്പോൾ ആദം അലൈഹിസ്സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആരോട്? മലക്കുകളോട് സലാം. ഫഖാലു, അവർ പറഞ്ഞു, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ്. കേട്ടോ, ഇങ്ങോട്ട് മറുപടിയും പറഞ്ഞു. ഫസാദൂഹു വറഹ്മത്തുള്ളാഹ്, അവരെന്ത് അധികരിപ്പിച്ചു? റഹ്മത്തുള്ളാഹ് എന്നുള്ളത് അധികരിപ്പിച്ചു കൊടുത്തു. ഇത് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള സംഘട്ടനമോ സംഘർഷമോ അല്ല ആഗ്രഹിക്കുന്നത്. പിന്നെന്താണ്? സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പറയേണ്ട ആദ്യ വാക്ക് പോലും, അവരുടെ അഭിവാദ്യ പ്രത്യഭിവാദ്യങ്ങൾ പോലും എന്തിൽ ചാലിച്ചതായിരിക്കണം? സമാധാനത്തിലും ശാന്തിയിലും ചാലിച്ചെടുത്ത വാക്കുകളായിരിക്കണം. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, 10. എത്ര? 10. വേറൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവൻ നബി പറഞ്ഞു, 20. 20 എത്രയാണ്? 20. വേറൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ റസൂൽ എന്തേ പറഞ്ഞത്? സലാസൂൻ. എത്ര? 30. അതിൻ്റെ ദറജ അത്രയാണ്. അപ്പോൾ നേരെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂലി വേണമെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ പറയാം.
അപ്പോൾ ഇതൊക്കെയാണ് സലാം പറയുന്ന രീതിയായി പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ. സലാം പറയണമെന്ന് ഖുർആനിൽ എവിടെയും ചോദിക്കലുണ്ട് ചില ആൾക്കാർ. അവർക്ക് തോതി കൊടുത്താൽ മതി. വൈദാ ഹുയ്യീതും ബിതഹിയ്യ, വൈദാ ഹുയ്യീതും, നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെടുകയാണ് എങ്കിൽ. ഹയ്യ യുഹയ്യി എന്ന് പറഞ്ഞാൽ എന്താ? അഭിവാദ്യം. തഹിയ്യത്ത് നമ്മൾ പറയില്ലേ, അഭിവാദ്യം. തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്ത് നിസ്കരിക്കുക എന്ന് പറയില്ലേ. തഹിയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഭിവാദ്യ നിസ്കാരമാണ്. പള്ളിക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് 2 റക്അത്ത് സല്യൂട്ട്. പള്ളിക്കുള്ള അഭിവാദ്യമാണ് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്, സുന്നത്ത് നിസ്കാരം. അതാ വൈദാ ഹുയ്യീതും ബിതഹിയ്യ, ഒരു അഭിവാദ്യവാക്യം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ ഫഹയ്യൂ, നിങ്ങളും അപ്പോൾ അഭിവാദ്യം ചെയ്യണം. എങ്ങനെ ചെയ്യണം? ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായ വാക്യം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യണം. അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഈ ഉപചാരങ്ങളുണ്ടല്ലോ, അതിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദീനാണ് നമ്മുടെ ദീൻ. മനുഷ്യന്മാർ കണ്ടാൽ ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ പോകല്ല. നേരെ മറിച്ചു അതാണ് ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ സബഉൻ എന്നൊക്കെ വന്നിട്ടുണ്ട്, ഹംസുൻ എന്ന് വന്നിട്ടുണ്ട്. 5, 6, 7 ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ വിട്ടോ ഏതെങ്കിലും ഭാഗം? വല്ലാഹു അശദ്ദു ബഅസൻ വഅശദ്ദു തൻകീല. എന്നേതാ? വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. മുഖീത്ത് യാനി ഖദീർ കേട്ടോ. മുഖീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അത് നമ്മൾ വിട്ടുപോയതാ. ഐ മുഖ്തദിറൻ കേട്ടോ, ഹാഫിളൻ ഔ ഷാഹിദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും സാക്ഷിയായവനും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. മുഖീത. വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. അപ്പോൾ അങ്ങോട്ട് കിട്ടുന്ന അഭിവാദ്യത്തെക്കാൾ ഉത്തമമായതുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രത്യഭിവാദ്യം ചെയ്യേണ്ടത്. ഇവിടെ തരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കൂട്ടിക്കൊടുക്കുക. പിന്നെയോ ഔ റുദ്ദൂഹ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് സമാനമായ വാക്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? മടക്കുക. ഔ അല്ലെങ്കിൽ റുദ്ദൂഹ, അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മടക്കി കൊടുക്കണം. അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മടക്കാതിരിക്കാൻ പാടില്ല. സലാം പറഞ്ഞു. കാരണം ഒരു മുസ്ലിമിൻ്റെ ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നിങ്ങൾ കണ്ടുമുട്ടിയാൽ സലാം പറയണം. കണ്ടുമുട്ടിയാൽ സലാം പറയുന്നതിന് മുമ്പ് കുറേ സുന്നത്തുന്നുണ്ട്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾ അവഗണിക്കരുത്, ചെറുതായി കാണരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ്? വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വലിഖ്, പ്രസന്നമായ മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ അഭിമുഖീകരിക്കുന്നത് പോലും എന്തുതന്നെയാണ്? നിനക്ക് പുണ്യകരമായൊരു കാര്യമാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? മുഖം കോട്ടാതെ, മുഖം വീർപ്പിക്കാതെ, ഗൗരവത്തിലാകാതെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിയോടുകൂടി തൻ്റെ സഹോദരനെ കാണുക എന്നുള്ളത് പോലും അതാണ് തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ. നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയണം ഏത് അയാളൊരു മുസ്ലിമാണെന്നല്ലേ. മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തറിയണം? മുസ്ലിമാണ്. ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ല. പേഴ്സണാലിറ്റി എന്തിനാ പറയുന്നത്? വ്യക്തിത്വം. ചില ആൾക്കാർ വിചാരിച്ചത് ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ പേഴ്സണാലിറ്റി കൂടുള്ളൂ. എന്നിട്ട് ആ ചാരികസേരയിൽ ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുക. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും കയറി ഇറങ്ങും, ചിലപ്പോൾ ഇങ്ങനെ അയാളിങ്ങനെ നടക്കായിരിക്കും. വരുന്ന കണ്ടാൽ സ്വറായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാനാണ് ഇവിടുത്തെ മുഴുവൻ അധികാരി എന്നുള്ള നിലക്ക്. അതല്ല, അത് നോക്കൂ. റസൂലുള്ളാനെ ആരെപ്പോൾ കണ്ടാലും നബി പുഞ്ചിരി തൂകുന്നവനായിരുന്നു.
പുഞ്ചിരി തൂക്കുന്ന അങ്ങനെയുള്ളൊരു മുഖം നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പഠിച്ചോന്നല്ലത് വലിയൊരു ബർക്കത്ത് തന്നെയാണ്. അയാൾക്ക് ഒന്നുമില്ലെങ്കിലും അയാളെ കാണുമ്പോൾ തന്നെ ഒരു സുഖമാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പറഞ്ഞോട്ടെ, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അയാളെ കണ്ടാൽ തന്നെ ഒരു സുഖമാണ് എന്നുണ്ടെങ്കിലും പറയാൻ കഴിയണ്ട. അതിന് ചിലവില്ലല്ലോ, അതിന് വല്ല ചിലവുണ്ടോ? ഇല്ല. അപ്പോൾ സമാധാനം പ്രസരിപ്പിക്കുന്നവനാകണം ആര്? ഒരു വിശ്വാസി എന്നാണ്. യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോ ഇതാ പറയുന്നത്. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കണക്ക് നോക്കുന്നവനാകുന്നു. കേട്ടോ, എല്ലാ കാര്യങ്ങളുടെയും കണക്കാര് നോക്കും, പഠിച്ചോ നോക്കും. നിങ്ങൾക്ക് ചിരിക്കാനുള്ള കഴിവ് നൽകിയിട്ട് നിങ്ങൾ ചിരിച്ചോ? അഭിവാദ്യം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്തോ? സംസാരിക്കാനുള്ള കഴിവ് നൽകിയിട്ട് അതാണ് കലിമ ത്വയ്യിബ സ്വദഖ അല്ലേ? നിങ്ങൾ പറയുന്നൊരു നല്ല വാക്ക് നിങ്ങൾക്ക് ധർമ്മമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ചെലവഴിക്കണ്ടേ? ഇതൊന്നും ചെയ്യാൻ പൈസൻ്റെ ചിലവും കൂടി ഉണ്ടോ? ഇല്ല. ഇതല്ലേ മനുഷ്യന്മാരെ ജീവിതം. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി. ഇതാണ് മാനുഷികത എന്ന് പറയുന്നതാണ്. വേറെല്ലാവർക്ക് സമാധാനവും രക്ഷയും ശാന്തിയും ഒക്കെ ആകാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇപ്പം പഹൽഗാമിൽ കണ്ടില്ല നിങ്ങൾ? അവിടെ കശ്മീരിയായ ഒരു യുവാവാണ്. അവിടുത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കുതിര ഉണ്ടാവും. ആ കുതിരനെയും കൊണ്ടുകൊണ്ട് ഇറങ്ങുകയും ചെയ്യാം. വിനോദസഞ്ചാരികൾ വരികയാണെങ്കിൽ അവരെയൊക്കെ ആയിട്ട് സവാരിക്കും ഇതിനൊക്കെ പോകാൻ വേണ്ടി. അങ്ങനെ കുടുംബം പുലർത്തുന്നൊരു സാധു കുടുംബം. അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു, അതിന് ചാൻസ് കൊടുത്തില്ലേ? പക്ഷേ തൻ്റെ കൂടെ വന്ന ഏതാണ് ജാതി, ഏതാണ് മതം, ഏത് നാട്ടുകാരാണെന്ന് പോലും കൃത്യമായി അറിയാത്ത ആ മനുഷ്യർക്ക് വേണ്ടി ഈ സഹോദരൻ അവിടെ രക്തസാക്ഷിയാണ് ചെയ്തത്. അതാണ് ശരിക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞത്. ഒരാളുടെ ഒരു വിശ്വാസിയുടെ ധർമ്മമാണ് അദ്ദേഹം അവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇത്ര ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ശരിക്കും അവരൊന്നും മനുഷ്യന്മാരല്ല. എന്നാൽ മൃഗങ്ങളാണോ? മൃഗങ്ങൾ അങ്ങനെ പണി ചെയ്യും. മൃഗങ്ങൾ വേറെ മൃഗത്തെ എന്തെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യേ. അതെ, വന്യജീവികൾ ചെറിയ ജീവിയെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. പഠിച്ചവൻ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ക്രമമാണ്, ഒരു രീതിയാണ് ഭക്ഷണത്തിന് വേണ്ടി. ഇതതിനൊന്നും വേണ്ടിയല്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേരത്തെ പറഞ്ഞ ശഫാഅത്തുകളുണ്ടാവും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്നത് അഭിവാദ്യത്തിൻ്റെ, അപ്പോൾ സലാം പറയുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ തുഅ്മിനു, ഏതുവരെ? നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. എന്ത് വേണം? പരസ്പര സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. എന്നിട്ട് റസൂൽ പറയാണ്, അവലാ ദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് ചെയ്താൽ നിങ്ങൾ പരസ്പരം ചെയ്യും, സ്നേഹിക്കും. ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് റസൂൽ പറയുന്നത് എന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കാന്ന്. അപ്പോൾ വീട്ടിലേക്ക് കയറിപ്പോകുന്ന കുടുംബനാഥൻ വീട്ടുകാരോട് എന്ത് ചെയ്യണം? സലാം പറയണം. വീട്ടിൽ കയറുമ്പോൾ സലാം പറയണം. ഭാര്യ ഭർത്താവിനോട് സലാം പറയണം, ഭർത്താവ് ഭാര്യയോട് സലാം പറയണം. ഉപ്പയും ഉമ്മയും മക്കളോട് സലാം പറയണം. അതേപോലെ തന്നെ മക്കൾ ഉപ്പാനോടും ഉമ്മാനോടും സലാം പറയണം. അയൽവാസികളോട് സലാം പറയണം. സല്ലിം അലാമൻ തഅരിഫു വമൻ ലം തഅരിഫ്, നിനക്കറിയാവുന്നവരോടും പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഏതെങ്കിലും സദസ്സിലൂടെ കയറി പോകുകയാണെങ്കിൽ എന്ത് പറയും? അസ്സലാമു അലൈക്കും എന്നാ പറയാം. റസൂലിൻ്റെ സുന്നത്തെന്താ? മുസ്ലിങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സാണെന്ന് വിചാരിക്കുക. റസൂൽ അങ്ങനെയുള്ള എത്രയോ സദസ്സുകളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്സലാമു അലൈക്കും, മറ്റുള്ളവർക്ക് എൻ്റെ നമസ്കാരം. അതാ റസൂൽ പറഞ്ഞ്. അങ്ങനെ സംഗതിയില്ല. നമ്മൾ സാധാരണ എങ്ങനെ പറയാം?
ഹംദും സലാത്തും അങ്ങനെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും അന്യമതസ്ഥരായ സഹോദരങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഒന്ന് ഒൽമ്പാർക്ക അങ്ങനെ സംഗതി ഇല്ലേ? അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും എന്തുണ്ടാകണം? രക്ഷയും സമാധാനം ഉണ്ടാകും. സലാമിനെ കുറിച്ച് വേറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, കരുണാമയനേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.